ഏവർക്കും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. മലയാള സർവകലാശാലയിൽ നീതിക്ക് വേണ്ടി സമരം ചെയ്യുന്ന വിദ്യാർത്ഥിനി അനഘ ശശിക്ക് വിമൺ ഇന്ത്യ മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ അനഘയുടെ സമരപന്തലിൽ എത്തിക്കൊണ്ട് ഐക്യദാർഢ്യം അർപ്പിച്ചു. നീതിക്കായി പോരാടുന്ന അനഘ ശശിക്ക് ഐക്യദാർഢ്യം. അധികൃതരെ അധ്യാപകരെ കണ്ണു തുറന്നു കണ്ടോളൂ. രാജ്യത്തിന്റെ നാനാഭാഗത്തും പൗരന്റെ അവകാശം ദിനംപ്രതി നിഷേധിക്കപ്പെടുന്നത് നിത്യകാഴ്ചയാണെങ്കിലും എഴുത്തച്ഛൻ തുഞ്ചത്ത് രാമാനുജന്റെ നാട്ടിൽ നിന്നും പോലും നീതി നിഷേധം കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഗവേഷണ വിദ്യാർത്ഥിനി കൂടിയായിട്ടുള്ള അനഘയ്ക്കുണ്ടായിട്ടുള്ളതെന്ന് സമീറ ടീച്ചർ കൂട്ടിച്ചേർത്തു. നമുക്കറിയാം, നമുക്ക് സ്വതന്ത്രം കിട്ടിയിട്ട് 80 വർഷം തികഞ്ഞു. കാലയളവ് ചെറുതൊന്നല്ല, 80 വർഷം തികഞ്ഞു നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. ഈ ജനാധിപത്യ രാജ്യത്തിൽ ഈ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്താണ് അനഘയുടെ ഈ ഒരു സമരം നമ്മൾ കണ്ടത്. ഇതുപോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ ചെറിയ ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ പോലും ദളിത് കുട്ടികളെ വിടാത്തൊരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ആ കുട്ടികളെ കൊണ്ട് ടോയ്ലറ്റ് കഴുകിക്കുക, അതേപോലെ തന്നെ ക്ലാസ് റൂം വൃത്തിയാക്കുക. മറ്റുള്ള കുട്ടികൾ ഇരിക്കുമ്പോഴാണ് ഈ താഴ്ന്ന ജാതിയിലുള്ള ഈ പേര് പറഞ്ഞിട്ട് ആ കുട്ടികളെ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. അനഘയ്ക്ക് നീതി ലഭിക്കുന്നത് വരെ വിമൺ ഇന്ത്യ മൂവ്മെന്റ് എന്ന പ്രസ്ഥാനം കൂടെയുണ്ടാകുമെന്നും സദസ്സിനെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് അവർ പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗം നാസിയ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ആഷിദ ആദം, ആയിഷ റാഫി, ബുഷറ വെട്ടം എന്നിവർ നേതൃത്വം നൽകി. സക്കീന മൊയ്തീൻ സ്വാഗതവും റിഷാന റാഫി നന്ദിയും പറഞ്ഞു. ന്യൂസ് 99 തിരൂർ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.